ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പവിത്ര സീരിയലിലെ ഇനി വരാൻ പോകുന്ന ആഴ്ചയിലെ ഫുൾ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ വേദിയും വിക്രം ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. ശാപം കിട്ടിയ പോലെ ഒരു ഒരു സ്ഥലത്ത് നിന്ന് എങ്ങനെ പച്ച പിടിക്കുമ്പോഴേക്കും അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടി വരും. അങ്ങനെ ഒരു ഒരു വെകിളി പിടിച്ച പോലത്തെ ഒരു ജീവിതത്തിലേക്കാണ് വേദയും വിക്രവും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് വേദക്കും വിക്രത്തിനും മനസ്സിലാകുന്ന ആഴ്ചയാണ് അടുത്ത ആഴ്ച കേട്ടോ. ഇവർ വിവാഹം കഴിക്കാൻ കാരണക്കാരായ രണ്ടു പേരുണ്ടല്ലോ. അതായത് ശരിക്കും പറഞ്ഞാൽ അന്ന് ആ വിവാഹം നടക്കേണ്ടിരുന്നത് ഒരു പെണ്ണിന്റെയും ചെറുക്കന്റെയും വിവാഹമായിരുന്നല്ലോ. അത് എതിർത്തിട്ടല്ലേ ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ടാൻ വേണ്ടി വിക്രം വന്ന സമയത്തല്ലേ വേദന കഴുത്തി താലി കെട്ടിയത്. അപ്പൊ ആ ഒരു പെണ്ണും ചെറുക്കനും ഇപ്പൊ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. ആ ചെക്കന്റെ കാലൊക്കെ നഷ്ടപ്പെട്ടു ആ ചെക്കനാട്ടോ. ആ ചെക്കനാണെന്നുണ്ടെങ്കിൽ ഈ പെണ്ണിന്റെ വീട്ടുകാർ വന്നിട്ട് കാലൊക്കെ തല്ലി ഒടിച്ചു. വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പൊ അവരുടെ ഒരു ശാപമാണ് ഇതെന്നാണ് വേദയും വിക്രവും വിചാരിക്കുന്നത്. ഇപ്പൊ പോയിരിക്കുന്ന ആ ഇടുക്കിയിൽ വെച്ച് അവരെ കാണുന്നുണ്ട്. പക്ഷെ ഇവരെ കണ്ടിട്ട് അയാൾ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. അയാൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല. ആ പെണ്ണ് ആ പെണ്ണിന്റെ വീട്ടിലും ഇയാൾ ഇയാളുടെ വീട്ടിലാണ്. പക്ഷെ ഇയാൾക്ക് ഇയാളുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു. അപ്പൊ ഇവർ തമ്മിൽ ഒന്നിക്കാൻ ഉണ്ടായ ആ ഒരു സാഹചര്യം നശിപ്പിച്ചത് വിക്രമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ശാപമാണ് വിക്രത്തിനും വേദയ്ക്കും പിന്തുടർന്നുകൊണ്ടിരിക്കണം എന്നൊരു വിശ്വാസമാണ് ഇപ്പൊ വിക്രത്തിനും വേദയ്ക്കും വന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രല്ല, നമ്മുടെ ജോബി ആണെങ്കിൽ അവളുടെ തൊഴിലാളികൾക്കൊക്കെ പറയുന്നുണ്ട്, ഇവളുടെ ഭർത്താവ് വിക്രം ഉണ്ടല്ലോ, അത് നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരാളല്ല. അയാളാണെന്നുണ്ടെങ്കിൽ നാട്ടില് ഒരാളെ തല്ലിക്കൊന്നിട്ട് ഇവിടെ വന്നതാണ്. എന്നിട്ട് ഇവിടെ ഒളിവിൽ താമസിക്കാൻ വേണ്ടി മാത്രം, അല്ലാതെ ഇവർ പ്രണയിച്ച് വിവാഹം കഴിച്ച് വന്നതൊന്നുമല്ല. ഇവര് വീട്ടുകാരുടെ സമ്മതത്തോടെ തന്നെ വിവാഹം കഴിച്ച് അവരൊരു വർഷം അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് എന്നിട്ട് ഇവിടെ വന്നത് ഒളിച്ച് താമസിക്കാൻ വേണ്ടി മാത്രമാണ് എന്നൊക്കെ പറയണം. ഇത് കേൾക്കണതും നമ്മുടെ തൊഴിലാളികൾക്ക് ആകെ അത്ഭുതപ്പെട്ടിരിക്കണം. പേടിച്ചിട്ട് പറഞ്ഞു, ഇവൻ പറഞ്ഞതൊന്നും വിശ്വസിക്കേണ്ട എന്ന് പറയാണ്. ആ സമയത്താണെങ്കിൽ ജോബി പറയുന്നുണ്ട്, നിങ്ങൾ വിശ്വസിക്കേണ്ട, പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളെ അത് തെളിയിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഫോണിൽ ആ വീഡിയോ കാണിച്ചു കൊടുക്കാട്ടോ. അത് കാണുമ്പോൾ തൊഴിലാളികളാകെ അന്തം വിട്ട് നിൽക്കുകയാണ്. വേദ ഒരു വക്കീലായിട്ടും ഇവിടെ വന്ന് നിൽക്കണ തന്നെ ഭർത്താവിനെ പോലീസുകാർ പിടിക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ എന്നാലും അവരെല്ലാവരും വേദന സപ്പോർട്ട് ചെയ്യാട്ടോ, സാരമില്ല ഞങ്ങളെല്ലാം കൂടെ തന്നെയുണ്ടെന്ന് പറയാണ്. ജോബി ആകെ ചമ്മി നാണം കെട്ടു പോവാണ്. പക്ഷെ ജോബി പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ അന്വേഷിക്കുന്ന ആ ഒരു കൊലയാളുണ്ടല്ലോ വിക്രം, അവനും അവന്റെ ഭാര്യയും കൂടി ചേർന്ന് ഇവിടെ ഒളിവിൽ താമസിച്ചിരിക്കുകയാണെന്ന് അവിടുത്തെ പോലീസുകാരെ വിവരം അറിയിക്കുകയാണ്. അത് പ്രകാരം പോലീസുകാർ വിക്രത്തിനെ വേദനയും അന്വേഷിച്ച് അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇവർ വരുന്ന സമയത്ത് വിക്രയും വേദയും കൂടി അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ അച്ഛൻ അവരെ മാറ്റിയെന്ന് വേണമെങ്കിൽ പറയാം. അവരെ മാറ്റി പള്ളിയിൽ, അങ്ങനെ പെട്ടെന്ന് ആരും സെർച്ച് ചെയ്യാത്തൊരു സ്ഥലത്തേക്ക് വേദനയും വിക്രത്തിനെ മാറ്റാണ് നമ്മുടെ പള്ളിയിൽ അച്ഛൻ കേട്ടോ. അതുകൊണ്ട് തന്നെ പോലീസുകാർ വന്ന് നോക്കുമ്പോഴേക്കും അവിടെ ആരെയും കാണുന്നില്ല. പോലീസുകാർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ശരിക്കും അവരെ തന്നെയാണോ അതോ വേറെ ആരെങ്കിലും ആണോ? ഇല്ല സാറേ, അവർ തന്നെയാണ്. ഇവിടെ തൊഴിലാളികൾക്കൊക്കെ അവരെ നന്നായിട്ട് അറിയാം എന്ന് പറയണം. തൊഴിലാളികൾക്ക് ആ പോലീസുകാരൻ ചോദിക്കേണ്ടത്, ഇവിടെ വന്നത് ഈ ഫോട്ടോയിൽ കാണുന്ന വേദയും വിക്രവും തന്നെയാണോ എന്ന് തൊഴിലാളികൾക്ക് ചോദിക്കുമ്പോൾ അവര് വേദനയും വിക്രത്തിനാട്ടോ സപ്പോർട്ട് ചെയ്യണത്. അവര് പറയണ്ട, അയ്യോ സാറേ, ഇവരല്ല, അവര് കുറച്ചുകൂടി ചെറുപ്പക്കാരി പയ്യനും പെണ്ണുമാണ്. അവര് ഒളിച്ചോടി വിവാഹം കഴിച്ചിട്ട് വീട്ടുകാരെ പേടിച്ചിടോ നിൽക്കാണ് സാറേ, അല്ലാതെ സാറ് വിചാരിക്കുന്ന പോലെ ഈ വിക്രവും വേദയൊന്നും അല്ല അവര് എന്ന് പറയണം. അപ്പൊ ജോബിക്ക് തന്നെയാണ് ആ ഒരു അടി കിട്ടുന്നത് കേട്ടോ. അതിനുശേഷം കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് വേദയും വിക്രവും ആ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കുന്നത്. അന്ന് ആ അമ്പലത്തിൽ വെച്ചിട്ട് ശരിക്കും വിവാഹം കഴിക്കാൻ നിന്ന ആ ഒരു കാമുകനും കാമുകിയും ഇപ്പൊ രണ്ട് വീട്ടിലായിട്ട് പിരിഞ്ഞ് താമസിക്കുകയാണ്. അവർക്ക് അന്ന് വിവാഹം കഴിക്കാൻ പറ്റിയില്ല. പക്ഷേ ആ പെണ്ണിനെ വിക്രത്തിന്റെ ആൾക്കാരാണല്ലോ കൂട്ടിക്കൊണ്ടുപോയത്. ശേഷം ആ പയ്യന് ഈ വിക്രം ആ ഒരു പെണ്ണിന്റെ അച്ഛന്റെ ഗുണ്ടകളെല്ലാരും കൂടി ചേർന്നിട്ട് ആ പയ്യന്റെ കാല് ഇടിച്ചിടിച്ച് വടി വരിട്ട് ചതച്ച് ആ പയ്യന്റെ കാലിനെ സ്വാധീനം ഇല്ലാതാക്കി. അത് ആലോചിച്ച് വിഷമിച്ച് ആ പെണ്ണ് ഇപ്പോഴും വിവാഹം കഴിക്കാതെ ആ പെണ്ണിന്റെ വീട്ടിൽ തന്നെ നിൽക്കുവാണ്. വിക്രമാണെന്നുണ്ടെങ്കിലോ ആ പയ്യനാണെന്നുണ്ടെങ്കിലോ ആ എസ്റ്റേറ്റിലെ കാര്യങ്ങളൊക്കെ നോക്കണ ശരിക്കും മാനേജർ ഉണ്ടല്ലോ, അത് ആ പയ്യനാണ് കേട്ടോ. വിക്രം വേദ ആ പയ്യനെ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവാണ് മുമ്പത്തെ ആ ഒരു ആളാണല്ലോ അതെന്ന്. അവര് സംസാരിക്കാൻ വേണ്ടി ആ പയ്യന്റെ അടുത്തേക്ക് ഓടി പോകുമ്പോഴേക്കും അയാൾ അവിടെ നിന്ന് പോകുകയാണ് ചെയ്യണത്. പിന്നെ അഡ്രസ്സും കാര്യങ്ങളും തപ്പിപ്പിടിച്ച് ആ പയ്യന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ആ പയ്യൻ ഇവരെ കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്യുന്നില്ല. കാരണം ഇവര് കാരണമാണ് അന്ന് ആ പയ്യനെ ആ പെണ്ണിനെ വിവാഹം കഴിക്കാൻ പറ്റാതിരുന്നതും ഇയാളുടെ കാലിനും കൈക്കൊക്കെ സ്വാധീനം ഇല്ലാത്ത ആയതിന് കാരണം ഇവരാണല്ലോ. അതിൻ്റെ ഒരു ദേഷ്യവും വാശിയും ഇവരോട് ആ പയ്യനുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ഭാഗമാണ് നമ്മുടെ വീക്കെൻഡ് പ്രൊമോ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. എന്തായാലും നമ്മുടെ വേദയുടെ വിക്രത്തിന്റെ റൊമാൻറ്റിക് സീനൊക്കെ ഈ ആഴ്ചയോടെ തീർന്നു. അടുത്ത ആഴ്ച മുതൽ ഈ ഒരു ഭാഗമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ പയ്യന്റെയും പെണ്ണിന്റെയും ഭാഗമാണ്. അപ്പൊ അവരെ സഹായിക്കുന്ന വേദനയും വിക്രത്തിനാണ് നമുക്കിനി കാണാൻ വേണ്ടി സാധിക്കുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.